അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അമയ KV 10th E. ഞാൻ ദേവാംഗന P 9th C. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷത്തോടെ വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ 2025-26 അധ്യയന വർഷത്തെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൽ 8ാം തരത്തിൽ പ്രവേശനം നേടിയ എല്ലാ പുതിയ കൂട്ടുകാർക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കും വിദ്യാഗീതം സ്കൂൾ റേഡിയോ ടീമിന്റെ ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരെ കുറിച്ചുള്ളതാണ് ഈ എപ്പിസോഡ്. പ്രിയരെ, ജൂൺ 19 മുതൽ ഒരാഴ്ചക്കാലം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലും മറ്റും വായനാവാരം ആചരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ നീലംപേരൂരിൽ ഗോവിന്ദൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി 1909 മാർച്ച് 1 പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചു. LP സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം. സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ അന്നത്തെ ഗവൺമെന്റിൽ നിന്നും അനുവാദം നേടി പണിക്കർ മുഴുവൻ സമഗ്ര ഗ്രന്ഥശാല പ്രവർത്തകനായി. 1926 അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിന്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത്. 1945 അന്ന് നിലവിലുണ്ടായിരുന്ന 47 ഗ്രന്ഥശാലകളുടെ പ്രവർത്തകരുടെ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം 1947 രൂപീകൃതമായ കൊച്ചി ഗ്രന്ഥശാല സംഘമാണ് 1957 കേരള ഗ്രന്ഥശാല സംഘമായത്. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നായകൻ, കോൺഫെഡിന്റെ സ്ഥാപകൻ തുടങ്ങി ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിനു നൽകി. പിന്നീട് കേരള നിയമസഭ അംഗീകരിച്ച കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകൾക്ക് ഒരു സംഘടിത രൂപം ഇല്ലായിരുന്നു. 1945 ആലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് അദ്ദേഹം വിളിച്ചു ചേർത്ത തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരണ യോഗത്തിൽ 47 ഗ്രന്ഥശാലകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരായിരുന്നു. ഈ സംഘത്തിന് അംഗീകാരം ലഭിക്കുകയും 1946 മുതൽ 250 രൂപ പ്രവർത്തന ഗ്രാന്റ് ലഭിക്കുകയും ചെയ്തു. PN പണിക്കർ അധ്യാപകനായിരുന്ന നീലംപേരൂർ ഗവൺമെന്റ് LP സ്കൂൾ 1977 ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു. അതുവരെ ഗ്രന്ഥശാല സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വഴികളെ കുറിച്ച് PN പണിക്കരുടെ വാക്കുകൾ കേൾക്കാം നമുക്ക്. ഞാൻ അറിയാതെ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ഒരു ചിന്തയായിരുന്നു സാമൂഹ്യ സേവനം. ഞങ്ങളുടെ ഒരു ആൽത്തറയുണ്ടായിരുന്നു. അവിടെ ജനങ്ങൾ വൈകിട്ട് പോകും. കുട്ടിക്കാലത്ത് അവരുടെ അടുക്കൽ ഞാൻ ഒരു പത്രവും പുസ്തകവും വായിച്ചു കേൾപ്പിച്ചു. അവരെ അത് വളരെയധികം ആകർഷിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ചു. ജനങ്ങൾ നല്ലവരാണ്, പ്രത്യേകിച്ച് സാധാരണ സാധുക്കൾ. അവരുടെ ഇടയിലൊന്നും പ്രവർത്തിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാനിടയില്ല. എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അന്ന് കൂടുതൽ ജനങ്ങൾ സ്വാതന്ത്ര്യ പ്രേമികളായിരുന്നു. അതിനുവേണ്ടി ഗാന്ധിയൻ പാതയിൽ കൂടെ നടക്കുന്നതിൽ അവർക്ക് വളരെ സന്തോഷമായിരുന്നു. ഗാന്ധിയൻ ആദർശം എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ പകർത്തിക്കൊണ്ടുവന്നു.
പിന്നെ വിദ്യാഭ്യാസപരമായി അവരിലൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു. വായിക്കാൻ താല്പര്യമുള്ളവരാക്കാൻ ഞാൻ വളരെയധികം ക്ലേശിച്ചിട്ടുണ്ട്. വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മദ്യവർജന പ്രസ്ഥാനത്തിലും കഴിവനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും നന്നായെങ്കിലേ ലോകത്തിന് മാറ്റമുണ്ടാകും. വായിച്ചു വളരുക, പഠിക്കണം, അറിവ് നേടണം, ഈ മുദ്രാവാക്യവുമായിട്ടാണ് ഞാൻ ഗ്രാമാന്തരങ്ങളിൽ നടന്നത്. എൻ്റെ ഗ്രാമത്തിൽ ഒരു ചെറിയ ലൈബ്രറി ഞാൻ ഉണ്ടാക്കി. അതൊന്നും ആരും വായിക്കാൻ വന്നില്ല. ഒടുവിൽ ഞാൻ വീടുകളിൽ പോയി അവരെ വിളിക്കും, വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുക്കും, അവരെ വട്ടത്തിലിരുത്തി വായിപ്പിക്കും. അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു ഗ്രാമത്തിൽ പോയി താമസിക്കേണ്ടി വന്നു, അധ്യാപക ജോലിയുമായിട്ട്. അമ്പലപ്പുഴയിൽ പോയി താമസിച്ചു. അവിടെയും ഒരു ലൈബ്രറി ഇല്ല. അവിടെ ഒരു ലൈബ്രറി സ്ഥാപിക്കാൻ കുറേ ആളുകളെ കണ്ടുകൂടി ഒരു യോഗം നടത്തി ഒരു വായനശാല തുടങ്ങി. അത് കഴിഞ്ഞാണ് അതിന് PK വിലാസം വായനശാല എന്ന് പേരിടുകയും പിന്നീട് അത് PK മെമ്മോറിയലാക്കി മാറ്റി അത് അന്നത്തെ തിരുവിതാംകൂറിലെ ഒരു A ഗ്രേഡ് ലൈബ്രറിയായി വളർത്തി. ആ ലൈബ്രറി മാതൃകാപരമായി നടത്തിക്കഴിഞ്ഞപ്പോൾ ലൈബ്രറി പ്രസ്ഥാനത്തും കേരളത്തിൽ തിരുവിതാംകൂറിൽ ശക്തമാകണമെന്നൊരു ചിന്ത തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രന്ഥശാല സംഘം രൂപീകരിക്കാൻ ആഗ്രഹിച്ചത്. മലയാളിയെ വായനയിലേക്ക് നയിച്ച PN പണിക്കർ 1995 ജൂൺ 19 അന്തരിച്ചു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദസംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.